സത്യം പറഞ്ഞ ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക. രാവിലെ ഗൗരിയോട് ജോലിയില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് വിഷമിക്കുന്നു. ആ നിമിഷം ചന്ദ്രമതി മാഡത്തിന്റെ ഒരു ഫോൺ വരുന്നു. മാഡത്തെ കണ്ടിട്ട് ഇവിടെ വരുന്നു. ദാ ഇപ്പൊ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനൊരു ഉദ്യോഗസ്ഥനുമായി. എങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ? അങ്ങനെ ചുമ്മാ നന്ദി പറഞ്ഞ് രക്ഷപ്പെടാന്നൊന്നും കരുതണ്ട. അതുകൊണ്ട് നന്ദിയൊന്നും വേണ്ട. 1-ാം തീയതി ശമ്പളം കിട്ടുമ്പോ ചെലവ് ചെയ്താൽ മതി. ഡൺ. എന്താ മാഡം, വണ്ടി എടുക്കട്ടെ മാഡം? മുരളേട്ടാ, ഓവറാക്കല്ലേ. ഇങ്ങനെ കളിയാക്കിയാലേ ജോലിക്ക് കേറുന്നതിന് മുൻപേ പിരിച്ചുവിടും. പറഞ്ഞേക്കാം. അയ്യോ വേണ്ടേ, അത്താഴ പ്രശ്നക്കാരനാണേ, പണി തരല്ലേ? അപ്പൊ നിനക്ക് പണി വേണ്ടേ? ഓ അതല്ലടാ, പിരിച്ചുവിടല്ലേന്ന്. അതെ, ഇനി ഇതൊന്നും പറ്റില്ല. ഉത്തരവാദിത്തപ്പെട്ട ജോലിയായി ഏറ്റെടുത്തിരിക്കുന്ന കൂട്ടുകാരനെയും കൂട്ടി നാട്ടുവഴികളിലോ അമ്പലപ്പറമ്പുകളിലോ ഒന്നും കറങ്ങി നടക്കാൻ പറ്റില്ല. ഇത് വലിയ പണിയാവൂല്ലോ. ദേമല്ലേ, ഞങ്ങളുടെ സൗഹൃദം തകർക്കാൻ ശ്രമിക്കല്ലേ? ഇപ്പൊ തന്നെ നോക്കിയേ, അകത്ത് സംസാരിച്ചോണ്ടിരുന്നവര് നേരെ പുറത്തേക്ക്. ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിലേ വർത്താനം പറഞ്ഞ് രണ്ടാളും പുറത്തേക്ക് പോയേനെ. അത് നേരെ. കേറി വന്ന് ചായ വരാം. അയ്യോ ഒരു മിനിറ്റ്, ഞാൻ ഈ കാര്യമൊക്കെ എന്റെ ഭാര്യ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. വിളിച്ച് ഫ്ലാറ്റ് ആയിട്ട് അറിയിക്കണ്ട, കുറച്ചു സസ്പെൻസ് ഇട്ടോ. ഓക്കെ. മുരളേട്ടാ, എന്തായി? ചന്ദ്രമതി മാഡത്തെ കണ്ടോ? മാഡം വിളിച്ചത് ഒരു ജോലിയുടെ കാര്യം പറയാനാ. ഈശ്വര, ആണോ? എന്നിട്ട്? എന്നിട്ടെന്താ, ജോലിക്ക് ജോയിൻ ചെയ്തു. സത്യാണോ? ജോയിൻ ചെയ്തോ? ആ, നാളെ മുതൽ ഞാൻ ഡ്യൂട്ടി കയറും. ഞാനേ പുതിയ ബോസിന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം, ബോസ് ഒരു ലേഡിയാ, ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അറിയുന്നേ. നമ്മള് കൃത്യമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ പിന്നെ പേടിക്കുന്ന എന്തിനാ? പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി ഈ ബോസ് പലരെയും പിരിച്ചുവിടുമെന്ന് കേട്ടു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഫോൺ ഒന്ന് ബോസിന് കൊടുക്കാം, നീ ഒന്ന് റെക്കമെൻഡ് ചെയ്യ. സ്ത്രീകളുടെ അപേക്ഷ കേൾക്കുമെന്ന് അറിയുന്നേ. അയ്യോ മുരളേട്ട, എനിക്ക് പേടിയാ. നീ ഒന്ന് സംസാരിക്കേ, ഞാൻ ഫോൺ കൊടുക്കാം. ഒരു മിനിറ്റ്. അല്ല മുരളേട്ട, ഇത് സംസാരിക്കേ. മുരളേട്ട, എന്റെ ഭാര്യ മാഡം. ഹലോ മാഡം, ഞാനിന്ന് ജോയിൻ ചെയ്ത മുരളിയുടെ വൈഫാ. എന്റെ ഹസ്ബൻഡിനൊരു ജോലി കൊടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ ഭർത്താവിനോട് പറയണം. ജോലി ഉഴപ്പിയാലേ ആളെ പറഞ്ഞു വിടും. അയ്യോ മാഡം, ആളൊരു പാവോ, വെറും പാവം. പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അയ്യോ, കാഴ്ചയിലെ കുറച്ച് പരുക്കനാണെന്ന് തോന്നിയാലും ഉള്ളില് പഞ്ചപാവോ മാഡം. ഇത്രയും നല്ലൊരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഓ അങ്ങനെയാണല്ലേ. ആളിന് പക്ഷെ ഒരു മൊരടൻ ലുക്കാ. സ്വഭാവം അത്ര നല്ലതാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മോശം ക്യാരക്ടറാണെന്നാ എന്റെ ഒരു സംശയം. മാഡം, മാഡം എന്റെ ഭർത്താവിന് ജോലി കൊടുത്തു, അതിൽ നന്ദിയുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിനെ എങ്ങനെ താഴ്ത്തി സംസാരിച്ച അത് സഹിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നിങ്ങളുടെ ഭർത്താവേ നിങ്ങൾക്ക് വലിയ സദ്ഗുണപുരുഷനായിരിക്കാം. എല്ലാവർക്കും പക്ഷെ അങ്ങനെയാണെന്ന് കരുതണ്ട. അയാളത്ര സ്ട്രെയിറ്റ് അല്ലാന്നാ എനിക്ക് തോന്നുന്നേ. മാഡം, സൂക്ഷിച്ച് സംസാരിക്കണം. അത് ശരി, എന്നോട് ചൂടാവുന്നോ? എങ്കിലേ ഞാൻ ജോലി കൊടുക്കുന്നില്ല. എന്റെ ഭർത്താവിനെ അവഹേളിച്ച് അദ്ദേഹത്തിന് അവിടെ ജോലി വേണ്ട. ബാക്കി എന്ത് ഞാൻ സഹിക്കും. പക്ഷെ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളിനെ ആക്ഷേപിച്ച അത് ഞാൻ സഹിക്കില്ല. മാഡത്തിന്റെ ജോലി അദ്ദേഹത്തിന് വേണ്ട. അത് ഗൗരിയെ പോലെ തന്നെയാ ഞാനും. എനിക്കും എന്റെ ഭർത്താവ് കഴിഞ്ഞേ ആരുള്ളൂ. നന്ദൂന്ന് വെച്ചാ എനിക്കും ജീവനാ. അല്ല, ആരായി സംസാരിക്കുന്നേ? ഹലോ, ഇത് ദേവികയുടെ സൗണ്ട് അല്ലേ? അതെ, ദേവിക തന്നെയാ. മുൻപ് മുരളിയേട്ടനെ നീയും കൂടി ഞങ്ങളെ പറ്റിച്ചില്ലേ, അതിനൊരു മറുപണി. എടി ഭയങ്കരി, സത്യം പറഞ്ഞ മുരളിയേട്ടന് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷം നിന്നതാ. ആ സന്തോഷം മാറ്റണ്ട, മുരളിയേട്ടന് ജോലി കിട്ടി. MLA-യുടെ പേഴ്സണൽ ഡ്രൈവർ. ഗൗരി, ദേവി പറഞ്ഞ സത്യ.
ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. MLAക്ക് ഒരു ഡ്രൈവറെ വേണം. അത് കുടുംബത്തിലെ ഒരാളായ അത്ര സന്തോഷമല്ലേ? നിങ്ങൾക്ക് എത്ര സന്തോഷമാണോ അതിന്റെ ഇരട്ടി സന്തോഷമാണ് ഞങ്ങൾക്ക്. എന്തായാലും എന്നെപ്പറ്റി ബോസിനോട് തർക്കിച്ചതിനും ജോലിയേക്കാൾ എന്റെ അഭിമാനത്തിന് വില കൊടുത്തതിനും എന്റെ ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. ആ അതൊക്കെ അങ്ങ് വീട്ടിൽ ചെന്നിട്ട് കൊടുത്താ മതി. അപ്പൊ ശരി ഗൗരി, ബാക്കി നേരി പറയാം. അതെ, നേരിൽ പറയാം. ജോലി കൊടുത്ത MLAക്കും ജോലി കിട്ടിയ ഡ്രൈവർ സാറിനും നേരിട്ട് കാണുമ്പോൾ തരുന്നുണ്ട് ഞാൻ. ശരിടി, എന്നാ വിളിക്കാം. ശരി ശരി, ബാക്കി വീട്ടിൽ വന്ന് സംസാരിക്കാം. മതി മതി, വന്ന് ചായ കുടിച്ചു വാ. വാ വാ. മോളെ, ഞാൻ അപ്പുറത്തെ കാർത്തികന്റെ വീട്ടിൽ പോയിട്ട് വരാം. അമ്മേ, മുരളേട്ടിന് ജോലി കിട്ടി. ആണോ? ഉം. ആ വക്കീൽ ഓഫീസിലായിരിക്കും അല്ലേ? അല്ല, കേട്ടാലേ അമ്മ അമ്പരക്കും. എവിടെയാന്ന് പറ മോളെ. MLA ദേവികയുടെ ഡ്രൈവർ. എന്ത് മോളെ? തൽക്കാലം ഇത്രയൊക്കെ എനിക്കും അറിയൂ. ബാക്കി മുരളേട്ടൻ വരുമ്പോ നേരിട്ട് പറയും. എന്തായാലും പ്രതീക്ഷിച്ചതിലും നല്ല ജോലി കിട്ടിയമ്മ. എന്റെ ഈശ്വര,